ഹായ്, ഇന്ന് ഞങ്ങൾ വരുന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ തിരുപ്പതി വന്ന് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് ഹോട്ടൽ ഫ്രഷ് ഔട്ടൊക്കെ ചെയ്ത് ഇപ്പോൾ ഇവിടെ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പതിയെ ഹൈദരാബാദിലോട്ട് വിടും. ഹൈദരാബാദിന് കുറച്ച് ദൂരം കൂടിയുണ്ട്. എപ്പോൾ ചെല്ലുമെന്നുള്ളത് അറിയില്ല. ഇന്നലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു 10:45 കഴിഞ്ഞപ്പോഴേക്കാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത്. ഫ്ലാഗ് ഓഫൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത്തിരി വൈകിപ്പോയി. പിന്നെ നമ്മുടെ റോഡാണല്ലോ, അറിയാമല്ലോ, പാലക്കാട് വരെയും എത്തുമ്പോഴേക്കും ഒരു ഇത്തിരി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വെളുപ്പിനെ ഒരു 5 മണിയായപ്പോഴേക്കും ഞങ്ങൾ തിരുപ്പതി വന്ന് ഇപ്പോൾ ഇവിടെ റൂമെടുത്ത് നമ്മൾ ഫ്രഷ് ഔട്ടൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മുടെ പാചകം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂരിയാണ് ഉണ്ടാക്കുന്നത്, പൂരിയും കറിയുണ്ട്. അപ്പോൾ ഞങ്ങളതിനെ അത് കഴിച്ചിട്ട് ഇവിടുന്ന് പതിയെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പാചകം ചെയ്യണം കാണിച്ചു തരാം. അപ്പം നമ്മളിന്ന് യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ ഇന്നലെ ഫ്ലാഗ് ഓഫും കാര്യങ്ങളും ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതലൊന്നും എനിക്ക് ഈ നമ്മളിപ്പോ വന്ന യാത്രയുടെ ഏജൻസിയെ കുറിച്ചൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഇത് രണ്ടാമത്തെ യാത്രയാണ്. കാശ്മീർ ട്രിപ്പിന് മുമ്പ് 2.5 കൊല്ലം മുമ്പ് ഞാനൊരു കുളു മണാലി ട്രിപ്പ് ഞാൻ പോയിരുന്നു ഈ ഏജൻസി മുഖാന്തരം. ഇത് ഗ്രീൻ ഇന്ത്യ ഹോളിഡേയ്സ് എന്നുള്ള ഏജൻസി മുഖാന്തരമാണ് ഇപ്പൊ പോന്നിരിക്കുന്നത്. ഇപ്പൊ മൾട്ടി ആക്സിൽ സ്കാനിയ ബസ്സിനകത്ത് ഇത് ഇപ്പൊ 42 പേര് അടങ്ങിയിട്ടുള്ള ബസ്സിലാണ് ഇപ്പൊ നമ്മുടെ യാത്ര. ഇവര് 2 കുക്ക് നമ്മുടെ യാത്രയിലുണ്ട്. നല്ല അടിപൊളിയായിട്ട് പാചകം ചെയ്തു വരുന്ന നമ്മുടെ ബഷീറിക്കായും വേറൊരു സഹായിയും കൂട്ടത്തിലുണ്ട്. മൂപ്പരുടെ പേര് എനിക്കറിയില്ല. നല്ല അടിപൊളി ഫുഡാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ബിരിയാണി, തേങ്ങാച്ചോറ്, നെയ്ച്ചോറ്, നല്ല ഇറച്ചിക്കറി, ഇടിയപ്പം, അതൊക്കെ നല്ല ലൈവായിട്ട് നമുക്കത് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്രൂപ്പിലോട്ട് ഞാൻ കയറി വരാനുള്ള ഒരു കാര്യം. വളരെ നല്ലൊരു യാത്രയാണ്. പിന്നെ നമുക്കൊരു ഇതെന്താന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കാറിനകത്തൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോ ബാംഗ്ലൂര്, അതേപോലെ ഈ തമിഴ്നാടോ കർണാടകയോ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ വലിയ വലിയ ദൂരത്തുള്ള സംസ്ഥാനത്തോട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ കുറച്ച് നമുക്ക് സേഫ്റ്റിക്ക് ഇത്തിരി പ്രശ്നമുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ ഇതേപോലെ വരുവാണെങ്കിൽ ഒത്തിരി ഫാമിലികൾ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ട്രിപ്പിനകത്ത് വളരെ സേഫ്റ്റിയും അടിപൊളിയുമാണ്. ആ ഒരു ദിവസം ചിലപ്പോൾ ഒരിത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ആഘോഷമായിട്ട് 16 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രീൻ ഇന്ത്യ ഹോളിഡേയ്സിന്റെ ഓണറായിട്ടുള്ള ഷംസൂക്ക വളരെ നല്ലൊരു മനുഷ്യനാണ്. യാത്രക്കാരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനും മാക്സിമം പുള്ളിയുടെ കഴിയാവുന്നതും ആത്മാർത്ഥമായിട്ട് തന്നെ പരിശ്രമിക്കുന്ന നമുക്കറിയാവുന്ന ഒരാളാണ് ഷംസൂക്ക. ഞങ്ങൾ ശരിക്കും 2019 ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. 2019 ഞാൻ ഈ കുളു മണാലി ട്രിപ്പ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 2019 പോകാൻ പറ്റിയില്ല. പിന്നെ 2020 പോകാൻ പ്ലാൻ ചെയ്ത് 2020 കൊറോണയും വിഷയങ്ങളൊക്കെ വന്ന് അങ്ങനെ പോകാൻ പറ്റിയില്ല. പിന്നെ പുള്ളിക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് പുള്ളിക്ക് സുഖമില്ലാതെ ഒരു 1.5 കൊല്ലത്തോളം പുള്ളി ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു.
അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ഒക്കെ പൈസ അന്ന് വാങ്ങിച്ചതെന്ന് ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടില്ലായിരുന്നു. പുള്ളി ആ റേറ്റിൽ തന്നെ, അന്ന് ഞങ്ങൾക്ക് 15,000 രൂപയായിരുന്നു പെർ ഹെഡ് പറഞ്ഞു വെച്ചാൽ, ആ ഒരു റേറ്റിൽ തന്നെ 2022 ഡിസംബറിൽ ഞങ്ങൾ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ വരെയാണ് ബുക്ക് ചെയ്തേച്ചത്. അവിടെ നിന്നും കുളു മണാലി വരെ ഞങ്ങളെ കൊണ്ടുപോയി നല്ല അടിപൊളി ഉല്ലാസ യാത്ര ചെയ്ത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ച് ഞങ്ങളെ നാട്ടിലെത്തിച്ച ഒരാളാണ് ഷംസുഖ. ഷംസുഖയുടെ ഒരു സഹായി ഉണ്ട്, നമ്മുടെ കരീമിക്ക, പിന്നെ അതുപോലെ തന്നെ സിദ്ദീഖ, എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ യാത്രയെ നല്ല ഒരു വിജയമരമാക്കി തീർക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലരും എന്നോട് ഞാനിങ്ങനെ ബസ്സിലെ യാത്രയുടെ കാര്യം പറയുമ്പോൾ ഒരേ ഇരിപ്പ് ഇരിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തൊക്കെ ഇരുന്നെന്ന് പറഞ്ഞാലും ശരി, നമ്മളൊരു ട്രെയിനിലായിക്കോട്ടെ ഫ്ലൈറ്റിലായിക്കോട്ടെ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലഗേജും ചുമന്ന് നമ്മളങ്ങ് വശകേടാവും. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്നാന്ന് പറയാം, നമുക്ക് എവിടെ നിന്നൊക്കെയാണോ നമുക്ക് ഫുഡ് കിട്ടണം അതെല്ലാം നമ്മുടെ വയറ് പിടിക്കാത്ത രീതി ആവും. ആകെ പിന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടി വരും. നമ്മുടെ കുറച്ച് ദിവസം നമ്മൾ ആകെ ഡള്ളായി പോകും. നമ്മൾ ഇത് നല്ല കേരള ഫുഡ്, നല്ല അടിപൊളി നാടൻ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉല്ലാസ യാത്രയായിട്ട് നമുക്ക് തിരിച്ചു വരാം. പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ രാജസ്ഥാൻ, ജയ്പൂർ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ വളരെ ചീപ്പസ്റ്റ് ആയിട്ട് കുറച്ച് നല്ല നല്ല സാധനങ്ങൾ, അതുപോലെ ലെതർ ചെരുപ്പുകൾ, ഇതൊക്കെ നമുക്ക് വളരെ വില കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതെല്ലാം നമുക്ക് വാങ്ങിച്ച് നമുക്ക് നമ്മുടെ ബസ്സിനകത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കാം. നമുക്ക് സുഖമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് കയ്യും വീശി കയറി വരേണ്ട ആവശ്യം തന്നെയില്ല. ഒരു ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു രീതിയിൽ അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബസ് സെലക്ട് ചെയ്യാനുള്ള കാര്യം. പിന്നെ നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ 42 പേരിൽ ബാക്കിയുള്ള എല്ലാവരും നമ്മളോടൊപ്പം തന്നെ നമുക്ക് നിൽക്കും. ഒരു ഷോപ്പിൽ കയറി ചെന്നാൽ നമുക്കൊരു സാധനം പർച്ചേസ് ചെയ്യാനാണെങ്കിൽ പോലും നമുക്ക് നല്ല ഒരു ചളുപ്പില്ലാത്ത രീതിയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. ഇപ്പൊ ബസ്സിൽ യാത്ര എന്ന് പറയുന്ന ഒരു സ്പിരിറ്റാണ്, അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഓരോരുത്തർക്ക് സ്പോർട്സിനോടുണ്ടാവും, മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള ഓരോരോ മൂവി കാണുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ യാത്ര പോകാനാണ് എനിക്കിഷ്ടം. അപ്പൊ എൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഫാമിലിക്കും യാത്ര പോകാനാണ് ഇഷ്ടം. ഞങ്ങൾ അങ്ങനെ കയറി വന്നാണ്. ഇപ്പൊ എന്തായാലും ഞാൻ ഹാപ്പിയാണ്, ഈ യാത്ര കൊണ്ട് ഹാപ്പിയാണ്. നല്ല നല്ല അടിപൊളി AC ബസ്സാണ്, നല്ല ഗ്ലാസ് ഒക്കെ നല്ല, അറിയാലോ സ്കാനിയ ബസ്സിന്റെ ആ ഒരു ലക്ഷറി നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രയ്ക്ക് ഒരു അനക്കില്ല. എന്ന് വെച്ചാൽ ട്രെയിനിൽ യാത്ര ചെയ്യണ അതേ സുഖം തന്നെ നമുക്ക് ഈ ബസ്സിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വലിയ ബ്ലോഗറൊന്നും അല്ല, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും സഹകരിക്കുക, എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങൾ ഇപ്പം ആന്ധ്രാപ്രദേശിലെ കടപ്പ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത്. അവിടെ ഞങ്ങൾ വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്, ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്, നല്ല ചൂട് കാറ്റാണ് ഇപ്പോൾ അടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് തണലുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് ഞങ്ങൾ ബസ് നിർത്തിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. ചോറ് കറികളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊരു ഓപ്പൺ എയറിൽ ഉള്ള ഒരു ഭക്ഷണം നല്ല ബൊഫേ ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് നല്ല രസമാണത്. ഇത് നമ്മൾ വീട്ടിലൊക്കെ ചെന്നതിന് ശേഷം നമുക്കിതൊക്കെ കാണുമ്പോഴും ഇതൊക്കെ ഓർക്കുമ്പോഴും ഒക്കെ നമുക്ക് നല്ലൊരു കുളിരായിട്ട് നമുക്ക് തോന്നും. പിന്നെ സഹിക്കാൻ പറ്റാത്ത കുറച്ച് ചൂട് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നല്ല രസമുണ്ട്. ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും. നമ്മളിപ്പോൾ ഈ യാത്രയിൽ നമ്മളൊരു പ്ലേറ്റ് ഗ്ലാസ് നമ്മൾ ഇതിനകത്ത് കരുതിയിട്ടുണ്ട്. ഡിസ്പോസിബിളൊക്കെ നമുക്ക് പ്രശ്നമാണ്, കാരണം വൃത്തിയില്ലാതെ നമ്മളത് കളയേണ്ടി വരും. ഓരോ സ്ഥലത്തും അതൊക്കെ അങ്ങനെ ഇടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റീലിൻ്റെ പ്ലേറ്റോ ഇല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേറ്റൊക്കെ ആയിട്ടാണ് ഓരോരുത്തരും വന്നിരിക്കുന്നത്.
ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു എല്ലാവരും. അപ്പോൾ ഞങ്ങളുടെ വണ്ടി അവിടെ ഇട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ ഹൈദരാബാദിലോട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഇനി ഏകദേശം ഒരു 300 കിലോമീറ്ററോളം ഇനിയുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി യാത്ര ചെയ്യുകയാണ്. അടിപൊളിയായി നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പിയായി. ഇത്ര ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിലുള്ളത്. ഏകദേശം വലിയ തിക്കും ബഹളമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈദരാബാദിലോട്ട് ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഇടയ്ക്ക് ചായ കുടിക്കാൻ നമുക്ക് ഇറങ്ങണം. എന്തായാലും ഇനി അടുത്ത പാർട്ടായിട്ട് നമുക്ക് കാണാം. ബൈ.